രജിസ്ട്രേഷനായി നിങ്ങളുടെ മൊബൈലിൽ നിന്ന് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ലഘു വീഡിയോ ആണിത്. മൊബൈലിൽ ലഭ്യമായ ബ്രൗസർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. എൻ്റെ മൊബൈലിൽ ഗൂഗിൾ ക്രോം എന്ന ബ്രൗസർ ഉപയോഗിച്ചാണ് ഞാൻ രജിസ്റ്റർ ചെയ്യുന്നത്. അതിനായി ആദ്യം ഞാൻ ഗൂഗിൾ ക്രോം ക്ലിക്ക് ചെയ്യുന്നു. ഗൂഗിൾ ക്രോമിൽ ഞാൻ വെബ്സൈറ്റിൻ്റെ പേരാണ് ആദ്യം ടൈപ്പ് ചെയ്യേണ്ടത്. വെബ്സൈറ്റിൻ്റെ പേര് cowin.gov.in എന്നാണ്. COWIN.gov.in. ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ കോവിഡ് വാക്സിനേഷൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള വെബ്സൈറ്റ്. ഇത് മെല്ലെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ബാർ സൈൻ ഇൻ യുവർ സെൽഫ് എന്ന മഞ്ഞ കോളത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പേജ് ഓപ്പണായി വരുന്നതാണ്. ഇതിൽ നിങ്ങളുടെ 10 അക്ക മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ ഗെറ്റ് OTP എന്ന മഞ്ഞ കോളത്തിൽ എഴുതിയിരിക്കുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും OTP ഫോണിലേക്ക് വരുന്നതാണ്. ഈ OTP ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പണായി വരും. ഇതാണ് എൻ്റെ അക്കൗണ്ട്. ഒരു ഫോൺ നമ്പർ ഉപയോഗിച്ച് 4 പേർക്ക് വരെ രജിസ്റ്റർ ചെയ്യാം. ഞാൻ 3 പേർക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരാൾ കൂടി എനിക്ക് രജിസ്റ്റർ ചെയ്യാം. ഇടയ്ക്ക് കാണുന്നത് എൻ്റെ ഓരോരുത്തരുടെ ഡീറ്റെയിൽസ് കാണാം. പേര്, ഞാനിപ്പം ഫുള്ളി വാക്സിനേറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ താഴെ ഡോസ് 1 ഡോസ് 2 ഡീറ്റെയിൽസ് കാണാം. അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാം സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. ഇനി ഒരാൾ നിങ്ങൾക്ക് തെറ്റി ടൈപ്പ് ചെയ്യുകയോ തെറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യം പേരിൻ്റെ നേരെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി പുതിയൊരാളെ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതിൻ്റെ സ്റ്റെപ്സ് ഏറ്റവും താഴെ ആഡ് മോർ എന്നുള്ള ബട്ടണുണ്ട് ഒരു മഞ്ഞക്കോളത്തിൽ. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ ID പ്രൂഫ് ചോദിക്കും. അത് ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട്, പെൻഷൻ ബുക്ക്, NPR സ്മാർട്ട് കാർഡ്, വോട്ടേഴ്സ് ID ഇതിലേതെങ്കിലും ഒന്നാവാം. ഞാൻ പെൻഷൻ പാസ്ബുക്ക് ക്ലിക്ക് ചെയ്യുന്നു. പെൻഷൻ പാസ്ബുക്ക് 8 അക്ക നമ്പർ ടൈപ്പ് ചെയ്തു. അതിനുശേഷം നെയിം ആസ് ഇൻ പെൻഷൻ പാസ്ബുക്ക് ഞാൻ അബിൻ എന്ന പേര് ടൈപ്പ് ചെയ്യുകയാണ്. ഇത് ടൈപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ ജെൻഡർ മെയിൽ കൊടുക്കുന്നു. അതിൻ്റെ താഴെ ഇയർ ഓഫ് ബർത്ത് 1976 മുമ്പുള്ളവർക്ക് വേണം, അല്ലാത്തവർക്ക് മാർച്ച് 1 ശേഷം മെയ് 1 ശേഷമേ രജിസ്ട്രേഷൻ നടക്കുകയുള്ളൂ. ഇത്രയും ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ ആഡ് ബട്ടൺ മഞ്ഞക്കോളത്തിൽ കാണുന്ന ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇൻഡിവിജ്വൽ സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് ആവും. നിങ്ങൾക്ക് മെസ്സേജും വരുന്നതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവരുടെ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഷെഡ്യൂൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒരാൾക്ക് മാത്രമാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ ഒരാളുടെ മാത്രം ഷെഡ്യൂൾ കൊടുത്താൽ മതി. ഇനി മനോഹറിനെയും താഴെ കാണുന്ന അബിൻ എന്ന വ്യക്തിയെ ഒന്നിച്ച് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് അബിൻ്റെ പേരിന് നേരെ കാണുന്ന കോളത്തിൽ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 പേർക്ക് ഒന്നിച്ച് എനിക്ക് അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യാം. ഇനി ഇതിലാരെങ്കിലും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ പേരിൻ്റെ നേരെ വലതുവശത്ത് കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഏറ്റവും താഴെ മഞ്ഞ കോളത്തിൽ വന്നിരിക്കുന്ന ഷെഡ്യൂൾ നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പിൻകോഡ് ചോദിക്കും. നമ്മുടെ സൗകര്യപ്പെട്ട പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 671551 എൻ്റെ അടുത്തുള്ള പിൻകോഡാണ്. എന്നിട്ട് സെർച്ച് ബട്ടൺ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സ്ലോട്ട്സ് കാണിച്ചു തരും. ഇതിനകത്ത് ഓരോ ഡേറ്റും കാണിക്കും. അതിൻ്റെ താഴെ ചുവന്ന നിറത്തിലുള്ള വട്ടത്തിലുള്ള പച്ച കളർ ബട്ടണിലാണ് നമ്മുടെ നാളത്തെ സ്ലോട്ട്സ് 23 ഏപ്രിലിലെ സ്ലോട്ട്സ് കാണിച്ചിരിക്കുന്നത്. 27 സ്ലോട്ട്സ് വേക്കൻ്റാണ്. അതിലേക്ക് ബുക്ക് ചെയ്യാം. അതിൻ്റെ മറ്റ് ദിവസങ്ങളിൽ നോക്കിയാൽ മനസ്സിലാവും. ഒന്നെങ്കിൽ വാക്സിനേഷൻ ഫുള്ളാണ്, അല്ലെങ്കിൽ ആ ദിവസങ്ങളിലേക്ക് വാക്സിനേഷൻ സെഷൻ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ നാളത്തേതിൽ ബദിയെടുക്ക CH 27 വേണ്ടിയിട്ട് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നോട് ടൈം സ്ലോട്ട് ചോദിക്കും. 9 മണി മുതൽ 11, 11 മുതൽ 1 മണി വരെ, 1 മണി മുതൽ 3 മണി വരെ. ഇതിലേത് ടൈം സ്ലോട്ട് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഒന്നാമത്തെ ടൈം സ്ലോട്ട് എടുക്കുന്നു. എന്നിട്ട് ഏറ്റവും താഴെ കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അപ്പോയിൻമെൻറ്റ് റെഡിയാവും. ഇനി ഇത് നിങ്ങൾക്ക് കാണാം, മെസ്സേജും വരും. കൃത്യമായിട്ട് അവർ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വാക്സിനേഷൻ അപ്പോയിൻമെൻറ്റ് ഈസ് കൺഫേംഡ്, സെൻറ്റർ ബദിയെടുക്ക CHC,
ടൈം 9 മുതൽ 6 മണി വരെ, പ്രിഫറൻസ് 9 മണി മുതൽ 11 മണി വരെ. 2 പേരുടെ പേരുകൊണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾഡ് ആയതായിട്ട് നമ്മുടെ ഈ പേജിൽ കാണിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് റീഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യാം. റീഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പേരിന് താഴെ റീഷെഡ്യൂൾ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ എൻ്റർ യുവർ പിൻകോഡ് എന്ന് ചോദിക്കും. പിൻകോഡ് എൻ്റർ ചെയ്യുക അല്ലാതെ വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെർച്ച് ബട്ടൻ്റെ തൊട്ട് മുകളിൽ കാണുന്ന സെർച്ച് ബൈ ഡിസ്ട്രിക്റ്റ് എന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ് ചോദിക്കും. സ്റ്റേറ്റ് കേരള, ഡിസ്ട്രിക്റ്റ് ചോദിക്കും, ഡിസ്ട്രിക്റ്റ് കാസർഗോഡ്. എന്നിട്ട് അതിൻ്റെ താഴെ സെർച്ച് കൊടുത്തിരിക്കുന്നത് കാണിച്ചു കഴിഞ്ഞാൽ ഇനി മുമ്പോട്ടുള്ള ജില്ലയിലെ എല്ലാ വാക്സിനേഷൻ സ്ലോട്ട്സും നമുക്ക് കാണിക്കാം. നമുക്ക് തൊട്ടടുത്ത സ്ഥാപനങ്ങളിൽ നാളെ അവൈലബിൾ അല്ലെങ്കിൽ മുമ്പോട്ടുള്ള ഏത് സ്ഥാപനത്തിലേക്ക് വേണമെങ്കിലും നമുക്ക് അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ 2 പേരിൽ ഒരാളുടെ റീഷെഡ്യൂൾ ചെയ്യുകയാണ്. ഇപ്പോൾ നാളെ വെള്ളൂർ പി എച്ച് സിയിലേക്ക് ഷെഡ്യൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളൂർ പി എച്ച് സിയിലേക്ക് 2 പേരുടെയും അപ്പോയിൻമെൻറ്റ് മാറി. അപ്പം നിങ്ങൾക്ക് കാണാം, എനിക്ക് നാളത്തേക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ളത് വെള്ളൂർ പി എച്ച് സി, കാസർഗോഡ്, കേരള. അപ്പം ഇത്രയും മതിയെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ജില്ലാ വാക്സിനേഷൻ സെല്ലുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നന്ദി.